ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാടൻ കറി, വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ കറിയാണ്. അത് മത്തങ്ങ കൊണ്ട് ഒരു എരിശ്ശേരിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് നല്ല വിളഞ്ഞ മത്തങ്ങ, അത് 1 കപ്പ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടത് നമുക്ക് തുമരപ്പരിപ്പാണ്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നല്ല 1 കപ്പ് നാളികേരം വേണം, അത് അരയ്ക്കാനാണ്. ഇനി 1 കപ്പ് നാളികേരം നമുക്ക് വറുത്തിടാനാണ്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് എടുത്തിട്ടുണ്ട്. വറുത്തിടാൻ കുറച്ച് മുളകും കുറച്ച് കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, അതെല്ലാം നമ്മൾ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് തുമരപ്പരിപ്പ്. ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. പെട്ടെന്ന് വേകുന്ന പരിപ്പ് തന്നെയാണ്. അപ്പോൾ കുക്കറിൽ അടച്ച് വെച്ച് നമുക്ക് 1-2 വിസിലടുപ്പിച്ച് എടുക്കാം. ഓക്കെ. ഇനി ആ സമയത്ത്, വേകുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ അരപ്പെല്ലാം അരച്ചെടുക്കാം. നാളികേരത്തിനോടൊപ്പം ജീരകവും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്തു. മത്തങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, കാരണം നമ്മളിതിലേക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി. ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതിലേക്ക്. ആ പരിപ്പ് വേവിച്ച വെള്ളമുണ്ട്, പിന്നെ മത്തങ്ങയ്ക്ക് വെള്ളമുണ്ടല്ലോ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. വിസിൽ ഇടാതെ തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ മത്തങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കണ്ട, പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണങ്ങൾ അതിൽ കിടക്കണം, അതുപോലെ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. വെളുത്തുള്ളിയും ജീരകവും നാളികേരവും മാത്രമാണ് നമ്മളിതിൽ അരച്ചിട്ട് ഉള്ളത്. അല്പം വെള്ളം ചേർത്ത് അരച്ചതാണ്. ഈ പോലെ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, കാരണം ഇത് ഇരുന്നൊന്നും കൂടി കുറുകും. അപ്പോൾ ഒരല്പം വെള്ളം, ഇത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ, തേങ്ങ അരച്ചതിൻ്റെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് വേകുന്നത് വരെ, നമ്മുടെ അരപ്പൊന്ന് വേകുന്നത് വരെ. കാരണം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ വെന്തതാണ്. അല്പം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി ഉപ്പും കൂടെ വേണ്ടി വന്നു. അപ്പോൾ ഇതാ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. നമ്മളൊക്കെ വിചാരിക്കും ഒരുപാട് കറികൾ എന്താണ് ഇന്ന് വെക്കുന്നത്, പക്ഷേങ്കിൽ നമുക്ക് നാടൻ കറികൾ ഒരുപാട് വെക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് വെക്കാം. ഇനി നമുക്കിത് നമ്മുടെ കുരുമുളക് പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ കുറച്ചിട്ടത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് കൊടുക്കാനായിട്ട് മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. ആവശ്യമുള്ള കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇനി കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ നാളികേരം എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 3/4 കപ്പ് നാളികേരം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് വറുത്തിടാനായിട്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ഇതൊക്കെ പരമ്പരാഗതമായ കറികളാണ്.
നമ്മുടെ നാടൻ കറികൾ ഒരുപാടുണ്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികൾ. കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മത്തങ്ങ, കുമ്പളം ഒക്കെ എടുത്തിട്ട് നമുക്ക് കറി വെക്കാവുന്ന ഒരുപാട് കറികളുണ്ട്. ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാം. കാരണം ഞാൻ വലുതായിട്ടുള്ള വലിയൊരു കുക്കൊന്നുമല്ല, എങ്കിൽ പോലും ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാം. അപ്പോൾ ഇത് നമ്മുടെ മൂത്ത് വരുന്നുണ്ട്, നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ചുമന്ന മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒരു മുളകിടുന്ന ഒരു ഇത്, അതായത് മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു മണം കിട്ടും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ഇത് എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഈ ടിപ്സെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഏട്ടനാണ്. ഏട്ടനിൽ നിന്നാണ് ഞാൻ നോൺ വെജൊക്കെ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചത്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് എന്തൊരു മണമാണെന്നറിയോ ഇപ്പോൾ. ഇതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ മുട്ട വറുത്തതോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോൺ വെജും കൂടെ കൂട്ടിയാൽ ഇത് വളരെ സ്വാദോടെ നമുക്ക് കഴിക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. അതായത് നമുക്കിതിപ്പോൾ അടച്ച് വയ്ക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചോറിൻ്റെ കൂടെ വിളമ്പുന്ന സമയത്ത് മാത്രം നമുക്കിത് ഇനിയും തുറന്ന് തവിയിട്ട് ഇളക്കിയാൽ മതി. ഇതിപ്പോൾ അടച്ച് തന്നെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ എനിക്കിവിടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വിളമ്പാൻ പോവുകയാണ്. ചിക്കൻ ഫ്രൈ കൂട്ടിയാണ് ഞാൻ കുട്ടികൾക്കൊക്കെ ഇന്ന് കൊടുക്കുന്നത്. ചോറിലേക്ക് വിളമ്പുന്ന സമയത്ത് മാത്രം ഇതേപോലെ നമ്മുടെ വറുത്തിട്ട് നാളികേരവും ഉള്ളിയും ഒക്കെ കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആദ്യം നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ചിക്കനൊന്നും കഴിക്കാത്തവർക്ക് ഈ തൈര് കൂട്ടി കഴിച്ചാലും വളരെ നല്ല സ്വാദാണ് കേട്ടോ. പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.